മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് 3 വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. 1. മാറി ചിന്തിക്കാം, അംഗീകരിക്കാം, വിട്ടുകളയാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക, അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകൽ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും. ഭക്തരെ, ജീവിതത്തിൽ പല മനുഷ്യരും ഒറ്റപ്പെട്ടു പോകുന്നത് കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും അധികം കാത്തിരിക്കാതിരിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നുപോകും. സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരെ മറക്കരുത്. എന്നാൽ സാഹചര്യം മുതലാക്കി പിരിഞ്ഞു പോയവരെ ഓർക്കുകയും അരുത്. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കരുത്. ഭക്തരെ, സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണയും തോൽക്കേണ്ടി വരും. എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത്. ചിലത് മനസ്സിൽ തന്നെ വെക്കണം. എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ. എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം വിളിച്ചു പറഞ്ഞാലും എത്തുമെന്ന് ഉറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞു നിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക.